ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ അട്ടപ്പാടിക്കാണ്. അപ്പോൾ അട്ടപ്പാടിയിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് 10ാം വളവിലെ വ്യൂ പോയിന്റും അതേപോലെ തന്നെ നരസിമുക്കിലെ വിൻഡ് മിൽസും ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പോയോ ോട്ടോ അപ്പോൾ ഇന്നും നമ്മൾ ഒറ്റക്കല്ല, നമ്മളെ കൂടെ നമ്മളെ കൂട്ടുകാരനുണ്ട്. നമ്മളെ കൂട്ടുകാരൻ്റെ പേര് കിരൺ എന്നാണ്. നമ്മൾ ആദ്യം പോണത് 10ാം വളവിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ചേരം നിന്ന് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് പിന്നെ അവിടുന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യും, അഗളി പോകും. അഗളിയിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ ഉള്ളിലേക്കും അവിടെയായിട്ടാണ് നരസിമുക്ക് വരുന്നത്. അപ്പോൾ അവിടെയാണ് പിന്നെ നമുക്ക് കാണേണ്ട കാഴ്ചകൾ. വിൻഡ് മില്ലും അതേപോലെ നല്ലൊരു വ്യൂ പോയിൻ്റാണ് അവിടെ ഉള്ളത്. പിന്നെ അതിൻ്റെ മുന്നേറ്റ് നമ്മളിവിടുന്ന് പോകുമ്പോൾ 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് താഴത്തൊന്നുണ്ട്, പിന്നെ മുകളിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മൾ പോകുമ്പോഴുള്ളൂ പറയാം. അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള സാഹചര്യം എന്താണെന്ന് അറിയുള്ളൂ. കാരണം ഇപ്പോൾ ഈ കൊറോണ കാരണം നല്ല ചെക്കിങ് കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ 1-2 വട്ടങ്ങൾ പോകാൻ നോക്കിയതാണ്. ആ ടൈമിൽ ചെക്കിങ് കാരണം ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നതാണ്. ഏകദേശം മണ്ണാർക്കാട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂറുള്ള യാത്ര ഉണ്ട്. ഏകദേശം ഒരു 30 കിലോമീറ്റർ. ഇതാണിപ്പോൾ ഫസ്റ്റത്തെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇവിടെ ഇപ്പോൾ തിരക്കൊന്നും ഇല്ലാത്ത കാരണം ചെക്കിംഗ് ഒന്നുമില്ല. അവിടെ ആകെ ഒരു ഓഫീസർ മാത്രമേ ഉള്ളൂ. പിന്നെ രാവിലെയാണ്, ഞങ്ങൾ ഏകദേശം ഒരു 6:30ക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങളാദ്യം കരുതി ചിലപ്പോൾ ചെക്കിങ് കാരണം ഞങ്ങൾ തടയുന്നതാണ്. ഭാഗ്യവശാൽ തടഞ്ഞിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ രാവിലെ ആയത് കാരണം നല്ല തണുപ്പുണ്ട്. അതേപോലെ തന്നെ നല്ല കോട മൂടിയിട്ടുണ്ട്. ഏകദേശം ഇവിടെ ഇപ്പോൾ കമ്മിയാണ്. പിന്നെ മുകൾക്ക് കയറുന്നതനുസരിച്ചിട്ട് കോട കൂടി കൂടി വരും. അതേപോലെ തന്നെ 10ാം വളവിലൊക്കെ നല്ല കോട ഉണ്ടാവും. ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ടാണ് ഇത്ര ഒഴിഞ്ഞ് കിടക്കുന്ന റോഡൊക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റും അതേപോലെ തന്നെ ബൈക്ക് റൈഡേഴ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുന്ന ഒരു ഏരിയയാണിത്. ഇതിപ്പോൾ ഈ കാണുന്നത് കറക്റ്റ് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നല്ല ഫ്രഷ് വാട്ടറാണ് അത്. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ടാകും. നമ്മൾ 2 മിനിറ്റോടെ നിർത്തിയിട്ട് 1-2 ഫോട്ടോസ് എടുത്തിട്ട് പോകാം. അങ്ങനെ നമ്മൾ 10ാം വളവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല കോടമഞ്ഞ് മൂടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ വ്യൂ പോയിൻറ്റിലേക്കാണ് ഇപ്പോൾ പോണത്. നമ്മളെ പോലെ തന്നെ കുറച്ച് റൈഡേഴ്സ് വേറെ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റോടെ നിർത്തി കാഴ്ചയെ കുറച്ച് നേരം കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പിന്നെ മുന്നോട്ട് പോകും. പോവാം. കോട മൂടിയ കാരണം വിസിബിലിറ്റി കമ്മിയാണ്.
അടുത്ത് വരുന്നത് മുക്കാലി ജംഗ്ഷനാണ്. അതിൻ്റെ മുന്നേറ്റ് ഒരു ചെക്ക് പോസ്റ്റ് കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിൽ ഇത് കൂടി വരുന്നത് ഒരു സേഫല്ല, കാരണം ആനയൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. ഇതാണ് മുകളിലെ ഔട്ട് പോസ്റ്റ്. ഇവിടെ ഇപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, രാവിലെ ആയതുകൊണ്ടാവാം. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ താഴത്ത് ഫോറസ്റ്റ് ഓഫീസേഴ്സ് മാത്രം ഉണ്ടാവും, പക്ഷേ ഇവിടെ കൺട്രോൾ ബോർഡും കൂടി ഉണ്ടാവും. നമ്മളങ്ങനെ മുക്കാലി ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. നമ്മൾ സ്ട്രൈറ്റാണ് ഒന്ന് പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിലെത്താം. 33 വിൻഡ് മിൽസാണുള്ളത്. അത് ഷോളയൂർ, കോട്ടത്താര, അഗളി എന്നീ ഭാഗങ്ങളായിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഏകദേശം 60 ഹെക്ടറിൻ്റെ അടുത്തുണ്ട്. അതേപോലെ തന്നെ ഇതിന് മോട്ടറിൻ്റെ പവർ പറയുന്നത് 20 മെഗാവാട്ടാണ്. ഏകദേശം 2006-2007 ഈ സമയങ്ങളിലാണ് സർജൻ റിയാലിറ്റീസാണ് ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതിപ്പോൾ നമ്മൾ അഗളി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ്. ഒന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഏകദേശം ഒരു 1-2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകാം. വണ്ടി കയറ്റിയല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് ഓഫ് റോഡാണ്. ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഏകദേശം നിങ്ങൾക്ക് വിൻഡ് മിൽസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഉഷാറ് വ്യൂ ആണ്. ഇതിനെ കയറിയതാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. എൻഡിലെത്തി കഴിഞ്ഞാൽ ഈ മേഘങ്ങൾ മൂവ് ആവുന്നത് കാണാം. വളരെ രസകരം. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു വിൻമില്ലിൻ്റെ താഴത്തെത്തിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റിനെ കയറിയാണ്ട് ഈ മലയുടെ മുകളിലായിട്ടാണ് ഇനി അടുത്ത് പോകുന്നത്. ഇതിൻ്റെ എൻഡിലേക്കാണ് പോകുന്നത്. ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ബൈക്കിന് അല്ലെങ്കിൽ സ്കൂട്ടിക്ക് പോലൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. പറയുന്നത് കറക്റ്റ് ക്ലിയർ ആവില്ല, കാരണം വെച്ചാൽ വിൻഡ് നല്ല അടിക്കുന്നുണ്ട്. വോയിസ് ക്ലബ് നല്ലോണം.
കടലും കടന്നേ മാനത്തൂന്ന് വെട്ടും പൊഴിഞ്ഞേ മാറുമൂടാൻ തീരം കമന്നേ തിരതല്ലും തീരം തലതല്ലും താളം താളം പൊലിഞ്ഞപ്പോൾ നേരം വെളുത്തേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പം ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ട്യൂൺഡ്.